ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് പിക്കിളാണ്, മീൻ അച്ചാർ. അതിനുവേണ്ടി നമ്മളെടുത്തിരിക്കുന്നത് ആവോലി മീനാണ്. അതിൻ്റെ അകത്തോട്ട് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ട് ഉപ്പുപൊടി, മുളക് പൊടിയുടെ കൂടെ നമ്മൾ കാശ്മീരി ചില്ലിയും കൂടെ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലിയും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ മിക്സാക്കി കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാൻ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ അവിടെ റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കുന്ന ആ മീനെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ അത് ഫ്രൈ ആയി വരണം. അതിന് കുറച്ച് സമയം എടുക്കും. ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. സോ അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കണം. ഒറ്റ ട്രിപ്പായിട്ട് പറ്റില്ല, നമ്മൾ 2-3 ട്രിപ്പൊക്കെ ആയിട്ടാണ് ഞാനത് ചെയ്തത്. ഏകദേശം 2-3 കിലോയോളം മീനിൻ്റെ അച്ചാറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. അങ്ങനെ ഫ്രൈ ചെയ്ത് ഓരോ ട്രിപ്പായിട്ടും കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. കോരി മാറ്റി വെച്ചതിന് ശേഷം ഇനിയാണ് നമ്മൾ അച്ചാറിൻ്റെ പരിപാടി തുടങ്ങുന്നത്. ശരിക്കും നമുക്കതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞത് വേണം. അതുപോലെ തന്നെ പച്ചമുളക്, ഈ 3 ഇൻഗ്രീഡിയൻസും നമ്മൾ അരിഞ്ഞ് നന്നായിട്ട് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വേറൊരു പാൻ എല്ലാം വാങ്ങി വെച്ച് എല്ലാം വറുത്ത് വെച്ചതിന് ശേഷം ആ വറുത്ത എണ്ണ തന്നെ യൂസ് ചെയ്താണ് ഞാനിനി ബാക്കി അച്ചാറിൻ്റെ പ്രോസസ്സ് നടത്തുന്നത്. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് ആ പാനിലോട്ട് നമ്മൾ ഈ വറുക്കാനായിട്ട് യൂസ് ചെയ്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ആ വറുക്കാൻ യൂസ് ചെയ്ത എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ എണ്ണ പതിയെ ചൂടായി വരണം. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് ആ ഉലുവ പൊട്ടിച്ചെടുക്കുക. ആ ഉലുവ പൊട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കടുക് ഇടുക. ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം ആഡ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ടൊന്നും നിറം മാറിയൊന്ന് മൂത്ത് വരാൻ പാകത്തിന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊരു കളറൊക്കെ ചേഞ്ചായി ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുമ്പോഴേക്കും അതിന് ശേഷമാണ് നമ്മളിനി ബാക്കി പൊടികളൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലപോലെ സാധനം എല്ലാം മൂത്തൊരു നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി, സാധാ മുളക് പൊടിയും ഒപ്പം തന്നെ കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്യണം. ഈ 2 തരം മുളക് പൊടി ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കുറച്ച് അച്ചാർ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അച്ചാർ പൊടിയും മുളക് പൊടി, സാധാ മുളക് പൊടി, കാശ്മീരി ചില്ലി, ഈ 3 ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് കായപ്പൊടിയും ചെറുതായിട്ട് ആവശ്യത്തിന് ഉപ്പും ഇത്രയും ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നല്ലപോലെ വെള്ളം ആഡ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. തിള വന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ അതിൽ കിടന്നൊന്ന് തിളച്ച് നന്നായി ഒന്ന് മിക്സായി എല്ലാം അതിനകത്ത് പിടിക്കാൻ പാകത്തിനൊന്ന് മിക്സായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുവേണ്ടി കുറച്ച് സമയം തീ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം നമ്മുടെ നല്ല രുചിയുള്ള നമ്മുടെ ഫിഷ് പിക്കിൾ റെഡി ആയിട്ടുണ്ട്.
താങ്ക് യു.